ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് നമ്മുടെ വീട്ടിൽ സൽക്കാരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ ബ്രദറിൻ്റെ മോനെയും വൈഫിനെയും പിന്നെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കൂടെ സൽക്കാരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ മുറ്റം ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഞാൻ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയായിരിക്കും, ഞാൻ പുറത്തേക്ക് ഇറങ്ങൽ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ആളില്ലാത്ത കാരണം കാക്കുള്ള സമയത്ത് മാത്രമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക. അതിൻ്റേതായിട്ടുള്ള നല്ല കുറവുകളും ഉണ്ട്. പിന്നെ വൈകുന്നേരം വന്നിട്ട് ചേച്ചി ഒന്ന് മുറ്റടിച്ച് പോവുകയാണ് പതിവ്. അപ്പം ഇന്ന് അതൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാനും കാക്കയും കൂടി തുടങ്ങി. പിന്നെ ഓരോരുത്തരും വന്ന് ജോയിൻ ചെയ്തു. പീച്ചി കാക്ക ഉണ്ടായിരുന്നു, ഷാവുൽ അമീദ് എന്ന് പറയാം, വെള്ളയിട്ടാണ് കേട്ടോ. കാക്കാൻ്റെ കസിനാണ്, ഒക്കെ ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ. മറ്റേത് റഫീഖാണ്. പിന്നെ ശശിയേട്ട ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടോ. ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്തു. ഞാൻ ബ്ലോവർ കൊണ്ട് അടിക്കുകയെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് നല്ല എൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാകുന്നുണ്ടാവും, നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ അലർജിൻ്റെ പ്രശ്നം കൂടുതലായിട്ട്. ഒന്നാമത് ഈ ഡിസംബർ ജനുവരി മാസത്തിൽ നല്ലോണം കൂടും. പിന്നെ കല്യാണം തിരക്കൊക്കെ അവിടെ ആയപ്പോൾ നല്ല ഉഷാറായിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഡിലേ ആവുന്നത്. അപ്പോൾ പുല്ലില് നല്ല കളയുണ്ടായിരുന്നു. പിന്നെ കുറേ ചെടികളൊക്കെ ഉണങ്ങിയ ഇലയും ഒക്കെ ഒഴിവാക്കാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ ദിവസമായിട്ട് ചെയ്യാതെ അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി ചെയ്യണതാണ്. അപ്പോൾ കുറേ ദിവസമായിരുന്നു ചെയ്തിട്ട്. ഈ അരികിൽ കാണുന്ന ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിൽ ഫുള്ള് ആന്തൂറിയായിരുന്നു കേട്ടോ. ഞാൻ മലേഷ്യയിൽ നിന്ന് ഏഞ്ചൽ ഫോം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയും പല വെറൈറ്റി ആന്തൂറിയങ്ങളായിരുന്നു. ഒക്കെ അപ്പോൾ പോയി കേട്ടോ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ പോയി. ഇനിയിപ്പോൾ രണ്ടാമതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ പുറത്തുള്ള പോയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്ത കാരണമാണ്. ഞാൻ മുന്നേ വ്ളോഗിൻ്റെ സ്ഥിരം വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, ഞാൻ അടുക്കള ഭാഗത്ത് മുറ്റം പാഷ്യോ ആക്കി സെറ്റ് ചെയ്യാൻ തന്നെ കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്തു വെച്ചത് തന്നെ. അതാണ് ഞാൻ അവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ച് എനിക്ക് ഇറങ്ങിയിരിക്കാനൊക്കെ സൗകര്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പുല്ലിലെ കളയും തന്നെ വളരെ വല്ലാണ്ട് കൂടാൻ കാരണം അതാട്ടോ. ഇവിടെ പുല്ലിൽ കള വരാതെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞ വലിയ ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ പറമ്പിലൊക്കെ വലിയ നല്ല എകരമുള്ള ഒരു സൈസ് പുല്ലുണ്ടാവും കേട്ടോ. അതിന് നിറച്ച് കതിര് വരും. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പാറി വന്നിട്ട് വിത്തെല്ലോടത്തും ആവും. നമുക്കിങ്ങനെ ലൈവായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് പുല്ലിൽ കള വരാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ആദ്യമൊക്കെ എനിക്കൊരു ഡെയിലി റൊട്ടീനായിരുന്നു, വൈകുന്നേരം കുറച്ച് സമയം അല്ലെങ്കിൽ രാവിലെ കുറച്ച് സമയം പുല്ലിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്ന കളകൾ പറിക്കുക എന്നുള്ളത്. ഈ പുല്ലും മുറ്റൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് 10 വർഷമായിട്ട് ഇപ്പം ഈ ഒരു 1.5-2 വർഷമായിട്ടാണ് പുല്ലിൽ കള വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഒറ്റക്കായ കാരണം, അതിന് പുറത്തേക്ക് ഇറങ്ങാത്ത കാരണം, അല്ലെങ്കിൽ ഈ കള ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മുന്നേ കളമരുന്ന് അടിക്കാറാണെന്ന് പറഞ്ഞപ്പോൾ പുല്ലല്ലാത്ത പുല്ലിൽ വരുമല്ലോ, ഈ ഗാർഡൻ ഗ്രാസ് അല്ലാത്ത പുല്ലുകൾ മുളച്ച് വരില്ല, അതിനാണ് കള എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ മരുന്നടിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ കുറേ വ്യൂവേഴ്സ് ചോദിച്ചിരുന്നു കേട്ടോ, പുല്ല് ഉണങ്ങി പോകില്ലെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ അന്ന് അതിന് ശേഷം ഞാൻ മരുന്നടിച്ചപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മരുന്ന് എഫക്റ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ സാധാരണ മണ്ണൂത്തിൽ നിന്ന് വാങ്ങിയിട്ടാണ് വരിക. അവിടെ പിന്നെ ഇതിൻ്റെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്, സ്ക്വയർ ഫീറ്റിന് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ മരുന്ന് നല്ല എഫക്റ്റീവാട്ടോ. ആ മരുന്ന് അടിച്ച് ശീലിച്ചതുകൊണ്ടാണോ എനിക്കറിയില്ല, ഈ മരുന്ന് തീരെ എഫക്റ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ കള അതുപോലെ തന്നെ ഉണ്ട്. കുറേയൊക്കെ ഞാൻ പറിച്ച് ഒഴിവാക്കി. ഇനിയിപ്പോൾ അവിടുന്ന് മരുന്ന് കൊടുന്ന് അടിച്ചിട്ട് വേണം കേട്ടോ. കുറേ നേരമായി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ക്യാമറ ഓണാക്കി വെക്കാം, ഒരു വ്ളോഗിന് ആയിക്കോളുമല്ലോ. അല്ലാതെ ഇപ്പം എനിക്ക് സമയം മെനക്കെടുത്താൻ ഇപ്പോൾ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ തുടങ്ങിയതാട്ടോ. ആ ഗേറ്റിൻ്റെ അടുത്ത് കാണുന്ന മുളയൊക്കെ ഞാൻ വെട്ടി ഇതാക്കിയതാട്ടോ. അപ്പം ഞാൻ ബ്ലോവർ കൊണ്ട് അടിക്കൽ മാത്രമേ ചെയ്തിട്ടാ. മുള വെട്ടുക അങ്ങനത്തെ പണിയൊക്കെ ചെയ്തു, ചെടീൻ്റെ ഇലകൾ വെട്ടുക അതൊക്കെ ചെയ്തു. അല്ലാതൊക്കെ മറ്റവർ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ കോഡ് മാറ്റി കുത്തി തരുമെന്ന് പീച്ചയാക്കാം. ഞാൻ വീടിൻ്റെ ചുറ്റുഭാഗം പ്ലഗ് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാ വീടുകൾക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ സുഖമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബ്ലോവറിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടൊക്കെ
ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഫ്ലവർ നല്ല പ്രോഡക്റ്റാണ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇനി വേണമെങ്കിൽ ആ ഷോപ്പ് പോകുമ്പോൾ ഞാൻ അപ്ഡേഷനായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഒരുപാട് മുറ്റുള്ളവർക്ക്, മുറ്റടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. സാധാ ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റല്ല എല്ലായിടത്തും, കല്ലും മുട്ടിയും മണ്ണൊന്നും അടിക്കാനില്ലല്ലോ. അങ്ങനത്തെ നല്ല യൂസ്ഫുള്ളാണ്. നല്ല പോസുമാണ്. ഒരുവിധം ചെറിയ കല്ലും ഒക്കെ തെറിച്ച് പോയിക്കോളും. പിന്നെ മണ്ണും നല്ലോണം പോയി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അത് ചെയ്യുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ തന്നെ അതുമായിട്ട് നടക്കുന്നത്. ഇതൊരു എയിം ഉണ്ട് കേട്ടോ യൂസ് ചെയ്യാൻ. അല്ലാതെ വലിയൊരു ഐഡിയ ഇല്ലാത്തൊരു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച കച്ചറ നമ്മുടെ ബാക്കിൽ തന്നെ പോകും, പാറിപ്പോവും. അപ്പം അത് 2 പ്രാവശ്യം യൂസ് ചെയ്താലേ ആർക്കും ഒരു ഐഡിയ കിട്ടുള്ളൂ. അതാണ് ഞാൻ തന്നെ ഇതുകൊണ്ട് നടക്കുന്നത് കേട്ടോ. പിന്നെ അവരിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കിണറിൻ്റെ 2 വലിയ മാവിൻ്റെ നടുക്കാണ് നമ്മൾ കിണർ നിൽക്കുന്നത്. അപ്പോൾ ഈ മാവ് പൂക്കണ സമയമാകുമ്പോൾ പൂവ് കിണറ്റിക്ക് കൊഴിയും വല്ലാണ്ട്. അപ്പോൾ വെള്ളത്തിന് നമുക്കൊരു വൃത്തി തോന്നൂലല്ലോ. അപ്പോൾ അതുമ്മ കിണറിനെ നെറ്റ് ഇടാതെ ഈ ഒരു ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെടിക്കൊക്കെ മറ കെട്ടി കൊടുക്കണേ, അതാണ് ഇടാറുള്ളത്. അപ്പോൾ അത് കുറേ ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് മുറിച്ച് കട്ട് ചെയ്തിട്ടിടുന്നുണ്ട് അവർ. അപ്പോൾ ഇടയ്ക്കെടുത്ത് അത് തട്ടിയിട്ട് തട്ടി വൃത്തിയാക്കിയിട്ട് രണ്ടാമത് വിരിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ബ്ലോവർ ചെയ്ത് നടക്കുന്നുണ്ട്. അവർ ആ കാര്യങ്ങളൊക്കെ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ മുറ്റത്ര അധികം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുറ്റത്തിന്റെ ഭാഗം ഫുള്ള് നമ്മളെ തറവാട് വീടായിരുന്നു. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് തറവാടിന്റെ നേരെ ബാക്കിക്ക് വീടുണ്ടാക്കിയിട്ട് തറവാട് പൊളിച്ചൊഴിവാക്കുക ചെയ്തത് കേട്ടോ. അത്യാവശ്യം പഴക്കമുള്ള വീടായിരുന്നു. ആ വീടിന്റെ മരമാണ് നമ്മളെ വീടുമ്പോൾ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ തയ്യകളൊക്കെ വെക്കാത്തത് എന്താന്ന് വെച്ചാൽ, ഇവിടൊക്കെ പാറയാണ്, അധികം മണ്ണാടില്ലാത്ത സ്ഥലമാണ്. ഈ ആമ്പൽക്കുളം തന്നെ ഒരു 2 അടി താഴ്ചയൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ താഴ്ചയൊന്നുമില്ല. അപ്പൊ മണ്ണ് ഇട്ടിട്ടാണ് ഈ ഗ്രാസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, മഴക്കാലത്ത് നമുക്ക് ഒരു അളിപിളിയായി കിടക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുകാലാവുമ്പോൾ നല്ല ചൂട് വരും താഴേന്ന്. അപ്പൊ പുല്ലിനൊക്കെ എപ്പോഴും നല്ല നന കിട്ടണം കേട്ടോ. പക്ഷെ മാഷാല്ലപ്പം നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ അംഗസംഖ്യ കുറവല്ലേ, അതായിരിക്കും നനക്കാനൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാവാറുണ്ട്. പിന്നെ നനക്കുമ്പോൾ എന്തായാലും നമുക്കൊരു പച്ചപ്പും ചൂടുകാലത്ത് ചെറിയൊരു ആശ്വാസമൊക്കെ അതും ഉണ്ടാവുമല്ലോ. അങ്ങനെ കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പൊ രാത്രി ഇതിന്റെ മുന്നേ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. വൈകുന്നേരം മുറ്റടിക്കാൻ ചേച്ചി വരും. പക്ഷെ നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ക്ലീൻ ചെയ്തെന്നുള്ളൂ. ആ മുളയൊക്കെ അങ്ങോട്ട് വലുതായിട്ട് ചുറ്റുഭാഗം അടിച്ചു വരാനൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ടായപ്പോൾ നല്ല രസവും പിന്നെ വലിയ ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ബ്ലോവർ റേറ്റ് അടിക്കുന്ന പണി മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും മാസ്ക് വെക്കണം ചെയ്യുമ്പോൾ പക്ഷെ എനിക്ക് മാസ്ക് വെച്ച തീരെ ശ്വാസം കിട്ടാത്ത പോലെയാണ്. ഇപ്പം തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഞാൻ ബ്രീത്ത് എടുക്കണ ആ ഒരു എഫോർട്ട്. കഷ്ടപ്പെട്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മാസ്ക് ഇട്ട് ചെയ്യാൻ എല്ലാവരും എന്നെ ചീത്ത പറയും. പൊടി തട്ടുമ്പോൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ മാസ്ക് ഇട്ടൂടെ. പക്ഷെ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാസ്ക് ഇട്ടാൽ അതേപോലെ പുക വന്നു കഴിഞ്ഞാലൊക്കെ എനിക്ക് വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ, അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അതാണ് ഞാൻ മാസ്ക് വെക്കാത്തത്. അലർജിക്കാർക്ക് എപ്പോഴും മാസ്ക് വെക്കുകയാണ് നല്ലത് കേട്ടോ. പിന്നെ അങ്ങനെ രാത്രിയായി കുറച്ച് ആൾക്കാരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ഒരു 70 ആളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവരും കൂടെ, ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടെ 70 ആളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈവൻ മാനേജ്മെന്റിന്റെ ആൾക്കാർ വന്നാൽ സെറ്റ് ചെയ്ത് പാർട്ടി അവർ നടത്തി തിരിച്ചു പോയി. അതാണ് ഉണ്ടായത് കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. ഇനി പിറ്റേ ദിവസം റോബോ ആണ് ക്ലീൻ ചെയ്തിട്ട്. ഇന്നത്തെ ദിവസം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. മോളും ബേബിയും ഒക്കെ കൂടെ, നാത്തൂൻ്റെ മോള് അവളൊക്കെ കൂടെ എന്നിട്ട് അടുക്കലും പെറുക്കലൊക്കെ ചെയ്തത്. കുറേ ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായിരുന്നല്ലോ. അപ്പം ആകെ ഒരു ഡിസോർഡർ ആയിരുന്നു മൊത്തത്തിൽ. അങ്ങനെ അന്നത്തെ വിരുന്നും കാര്യങ്ങളും. പിന്നെ ഞാൻ കൂടുതലായിട്ട് വന്ന ഗസ്റ്റിനെ ഫുള്ളൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ആരെങ്കിലൊക്കെ വന്ന് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം കേട്ടോ. ഇതാണ് തന്നലുള്ള പിയാപ്പിള, നമ്മളെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ. ഒറ്റ മോൻ തന്നെ ഉള്ളൂ. പിന്നെ ജെമിയും വൈഫും, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ കുറച്ച് കസിൻസും ഇവിടെ എപ്പോഴും വരാത്ത, അതായത് ഹസ്ബൻഡൊക്കെ നാട്ടിലില്ലാതെ എപ്പോഴേലൊക്കെ വരുന്ന അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ മാത്രം ചൂസ് ചെയ്തിട്ട് ക്ഷണിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ അതായിരുന്നു. പിറ്റേ ദിവസം പിന്നെ റോബോ ക്ലീൻ ചെയ്ത് അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു കുഞ്ഞു വ്ളോഗ്. ഞാനിന്ന് മോനെ വിളിച്ചപ്പോൾ, മുനീഫ് വിളിച്ചപ്പോൾ, ഞാൻ വ്ളോഗ് ഇടാൻ സത്യത്തിൽ കരുതിയിട്ടില്ല കേട്ടോ. അപ്പം മുനീഫ് വിളിച്ചപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ഇടും, വീഡിയോ എടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാതിരിക്കണ്ട, ഇത്രയും എഫേർട്ട് എടുത്തതല്ല, ഇനിയിപ്പോൾ അത് താഴേക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് കണ്ടന്റ് ഒന്നും ഇതിലുണ്ടാവില്ല, എന്നാലും നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. പിന്നെ ഇതാ പിറ്റേ ദിവസം ഞാൻ സോഫയിൽ കിടക്കുകയാണ് കേട്ടോ. കിടന്നിട്ട് വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ വെറുതെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആകാശം നല്ല നീല കളറിലുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയതാണ്. നമ്മളെ റോബോ നടന്ന് ക്ലീൻ ചെയ്യണമുണ്ട് കേട്ടോ. മൂപ്പരുള്ളത് വലിയൊരു ഉപകാരമുണ്ട്. ചില സമയത്തുണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഉപകാരമാണ്. ഭയങ്കര ഒരു ചില സമയത്ത് നമുക്ക് എന്താ പറയാ, പൊടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ, ഞാൻ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടിന്റെ ഉള്ളില് ഫുള്ള് ഗ്ലാസ് പൊക്കിയിട്ട് ഞാൻ ഉള്ളിലാണെങ്കിലും റോഡിൽ കൂടെ പൊടി പാർന്ന് കണ്ടാൽ തന്നെ എനിക്ക് തുമ്പാനുള്ളൊരു ടെൻഡൻസിയാണ്. നമുക്ക് അടച്ചോന്ന് എനിക്ക് തോന്നും. അങ്ങനെയാണ് കേട്ടാ. അപ്പൊ അതിന്റെ അവസ്ഥ അറിയില്ല, പൊടി ഉണ്ടായിട്ടുള്ളതിന്റെ അവസ്ഥ. അപ്പൊ റോബോ ഉള്ളത് വലിയൊരു ഇതാണ് എനിക്ക് കേട്ടോ, ഉപകാരമാണ്. അത് വിട്ടുകൊടുത്താൽ ഇനിയിപ്പോ പുറത്ത് പോയാലും ഞാൻ തിരിച്ചു വരുന്നതിന് മുന്നായിട്ട് ഞാനത് വൈഫൈ കൂടി. പിന്നെ ഇതാ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടിയിട്ട് LGന്ന് ടെക്നീഷ്യൻ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ സെൻസറിന് എന്തോ കുഴപ്പമുണ്ട്, മൂപ്പര് മൂഡ് അനുസരിച്ചാണ് ഇപ്പം എൻ്റെ അലക്കൽ എന്നൊക്കെ. ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യൂല, അങ്ങനെയായിരുന്നു. അപ്പോൾ അത് നോക്കാൻ ആൾ വന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റ് കേട്ടോ, നല്ല കാറ്റ്, നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷം. കുറേ സമയം ഞാൻ അവിടെ ഇരുന്നു. ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. വീണ്ടും ഒരു വ്ളോഗിറ്റ് വരുന്നവരെയും അസ്സലാമു അലൈക്കും.